എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അറേസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അറേസ് പറഞ്ഞപ്പോൾ സിംഗിൾ ഡയമെൻഷണൽ അറേ, 2 ഡയമെൻഷണൽ അറേ, പിന്നെ ക്യാരക്ടർ അറേ, ഇത്ര സ്ട്രിങ്സ് അല്ലേ, ഇത്രയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ കുറിച്ചാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ പ്രോഗ്രാമിനെ നമുക്ക് ഡിഫറെൻറ്റ് മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എഴുതുന്ന കോഡിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷനാക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ കോഡ് റെപ്പറ്റീഷൻ നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കോഡ് റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എവിടെയൊക്കെയാണോ അത് ആ കോഡിങ് ആവശ്യമുള്ളത് ആ പോർഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫംഗ്ഷനകത്ത് നമ്മൾ മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുക. പിന്നെ വരുന്ന എന്താണ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ട്, ഫംഗ്ഷൻ കോളിംഗ് ഉണ്ട് അല്ലേ. ഈ മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത്. അതായത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോളിംഗ് അല്ലേ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേരിയബിൾസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, വേരിയബിൾ ഡിക്ലറേഷൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വേരിയബിളിനെയും ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിപ്പോൾ അത് വേരിയബിൾ ഇൻറ്റിജർ ആണോ അല്ലെങ്കിൽ ഫ്ലോട്ട് ആണോ ഡബിൾ ആണോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന മാത്രമല്ല സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ആണ് നമുക്ക് അവിടെ അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ ഇൻറ്റിജർ ആണെങ്കിൽ 2 ബൈറ്റ് മെമ്മറി ഉപയോഗിക്കും, ഫ്ലോട്ട് ആണെങ്കിൽ 4 ബൈറ്റ് മെമ്മറി ഉപയോഗിക്കും അല്ലെ. അങ്ങനെ ക്യാരക്ടർ ആണെങ്കിൽ സിംഗിൾ ബൈറ്റ് മെമ്മറി ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ഓരോ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ മെമ്മറി സൈസ് ഒക്കെ സിസ്റ്റം ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ, എത്ര കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അതുപോലെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, ഫംഗ്ഷന് ഒരു റിട്ടേൺ ടൈപ്പ് കാണും അല്ലെ. ഫംഗ്ഷനിലോട്ട് നമുക്ക് വാല്യൂസ് ഒക്കെ പാസ് ചെയ്യാം. അപ്പൊ എത്ര വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഡാറ്റ ടൈപ്പ് എന്താണ്, അതിന്റെ റിട്ടേൺ വാല്യൂ എന്താണ്, അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, റിട്ടേണിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുക. അതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ നമ്മൾ ഡിസൈഡ് ചെയ്യും. ഫംഗ്ഷൻ ഡിക്ലറേഷനിലാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ നമ്മളിപ്പോൾ കൊടുക്കുകയാണ്, ഞാനിപ്പോൾ ഇൻഡ് എന്നുള്ള ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്തു, സം എന്നുള്ള ഫംഗ്ഷൻ നെയിം കൊടുത്തു, ബ്രാക്കറ്റിനകത്ത് 3 ഇൻറ്റിജർ വാരിയബിൾ ഇൻഡ് എ കൊമ ഇൻഡ് ബി കൊമ ഇൻഡ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്തായിരിക്കും ചെയ്യുന്നത്, നമ്മൾ സം എന്ന് നെയിം കൊടുത്തു. അപ്പം നെയിം എന്നുള്ളത് എന്താണ്, നമുക്ക് വേരിയബിളിന്റെ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്ത് നെയിം വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇതില് ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സമ്മിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മീനിങ് ഫുൾ ആയിട്ട് ഒരു നെയിം സം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തത്. അപ്പൊ ഇതില് പാസ് ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് 3 വാല്യൂ ഞാൻ പറഞ്ഞു, 3 ഇൻറ്റിജർ ആണ്. അപ്പം നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസൈഡ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വാല്യൂസ് ആണോ അതിനകത്ത് പാസ് ചെയ്യുന്നത് അതിന്റെ സെയിം ഡാറ്റ ടൈപ്പ് ആയിരിക്കണം ഈ ഡിക്ലറേഷനിലെ ഡാറ്റ ടൈപ്പ് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ അതിനകത്ത് റിട്ടേൺ പറഞ്ഞു. റിട്ടേൺ എന്ന് പറഞ്ഞത് ഞാൻ ഇൻറ്റിജർ വാല്യൂ ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്, എക്സാമ്പിളിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ സം ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. ആ വാല്യൂ നമ്മൾ ഫംഗ്ഷനിൽ നിന്ന് മെയിനിലോട്ട് റിട്ടേൺ ചെയ്യുകയാണ്. ആ റിട്ടേൺ ചെയ്യുന്നതിന്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ ആദ്യം സ്പെസിഫൈ ചെയ്യണം. അപ്പൊ ആദ്യം കൊടുക്കുന്നത് ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ ആദ്യം പറയുന്ന ഡാറ്റ ടൈപ്പ്, പിന്നെ ഫംഗ്ഷനെ പാരാന്തിസിസിനകത്ത് എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ടോ അതിന്റെയൊക്കെ ഡാറ്റ ടൈപ്പ് അവിടെ സ്പെസിഫൈ ചെയ്ത് വേരിയബിളും കൂടെ പറയാം. ഓക്കെ, അതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതേസമയം ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അത് നമുക്ക് മെയിനിന് മേളിൽ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം, മെയിനിന് താഴെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. അപ്പൊ മെയിനിന് മേളിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗ്ലോബൽ ഫംഗ്ഷനും മെയിനിന് താഴെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലോക്കൽ ഫംഗ്ഷനും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനിന്റെ മേളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്ലോബൽ ഫംഗ്ഷൻ ആക്കി എഴുതിയാൽ നമുക്ക് അതിന്റെ ഡിക്ലറേഷൻ പാർട്ട് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് എവിടെ നിന്ന് ഏത് ഫംഗ്ഷനകത്ത് വേണോ അതിനെ, അതായത് ഇപ്പൊ നമ്മൾ 3 മെയിനും അതുകൂടാതെ 3 സബ് ഫംഗ്ഷൻ എഴുതുന്നുണ്ടെങ്കിൽ ഈ സബ് ഫംഗ്ഷനകത്തെല്ലാം നമുക്ക് അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? വേരിയബിൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ, ലോക്കൽ വേരിയബിളും പറഞ്ഞു, ഗ്ലോബൽ വേരിയബിളും പറഞ്ഞു. മെയിനിന്റെ മേളിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഗ്ലോബൽ വേരിയബിളും മെയിനകത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിനിന്റെ മാത്രം ലോക്കൽ വേരിയബിളും ആണ്. അപ്പൊ മെയിൻ ഫംഗ്ഷനോ ഏത് ഫംഗ്ഷൻ എഴുതിയാലും ആ ഫംഗ്ഷൻ അകത്താണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന്റെ ലോക്കൽ വേരിയബിൾ ആയിട്ട് എടുക്കുള്ളൂ. ഓക്കെ,
അതാണ് ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെയാണ് ഫംഗ്ഷനും. ഗ്ലോബൽ ഫംഗ്ഷനായിട്ടും എഴുതാം, ലോക്കൽ ഫംഗ്ഷനായിട്ടും എഴുതാം. മെയിൻ്റെ മേളിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഗ്ലോബൽ ഫംഗ്ഷൻ ആയിരിക്കും. മെയിൻ്റെ താഴെയാണ് എഴുതുന്നതെങ്കിൽ, മെയിൻ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് എഴുതുന്നതെങ്കിൽ അതൊരു ലോക്കൽ ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷേ ലോക്കൽ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. അത് മസ്റ്റാണ് അവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിലുള്ള ഡാറ്റാസ് പാസ് ചെയ്യുക. അതായത് ഇൻഡിജർ, ഫ്ലോട്ട്, ഇൻഡ്, ഡബിള് അങ്ങനെയുള്ള ഡാറ്റ ടൈപ്സ് നമുക്ക് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു അറേ പാസ് ചെയ്യാം. മനസ്സിലായോ? ഒരു അറേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറേയിലുള്ള ഹോൾ ഡാറ്റ അങ്ങോട്ട് പാസ് ചെയ്ത് വരും അല്ലെ. അറേ എന്ന് പറയുന്ന അറേ നൊട്ടേഷൻ കൊടുക്കണം അവിടെ അല്ലെ. സ്ക്വയർ ബ്രാക്കറ്റ് സ്പെസിഫൈ ചെയ്ത് അറേ നൊട്ടേഷൻ കൊടുത്തിട്ട് നമ്മൾ വാല്യൂ പാസ് ചെയ്യുക. ഇപ്പൊ ക്യാരക്ടർ അറേയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ക്യാരക്ടർ എ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അറേ ആയി അല്ലെ. അപ്പൊ അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അറേ ആയിട്ട് എടുക്കും. അറേ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ഡാറ്റാസും അവിടെ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യും. അത് നമുക്ക് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും. തിരിച്ച് ഉള്ള റിട്ടേൺ എന്ന് പറയുന്നത് ഫംഗ്ഷനിന്റെ കേസിൽ നമുക്ക് സിംഗിൾ വാല്യൂ റിട്ടേൺ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ഒരു ഫംഗ്ഷന് ഒരു വാല്യൂ മാത്രമേ റിട്ടേൺ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ സിംഗിൾ വാല്യൂ ആണ് ഒരു ഫംഗ്ഷന് റിട്ടേൺ വരുന്നത്. അപ്പൊ നമുക്ക് മോർ ദാൻ വൺ വാല്യൂ റിട്ടേൺ ഉള്ള കേസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതിനകത്ത് തന്നെ പ്രോസസ്സിങ് ചെയ്ത് പ്രിന്റിങ്ങോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അതിനകത്ത് ഫംഗ്ഷനകത്ത് തന്നെ ചെയ്യാം. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ റിട്ടേൺ കൊടുക്കില്ല. മനസ്സിലായോ? അതായത് എന്തുകൊണ്ടാ? അതിന്റെ റൂൾ ഉണ്ട്. നമുക്ക് ഒരു സിംഗിൾ വാല്യൂ മാത്രമേ അവിടെ റിട്ടേൺ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മോർ ദാൻ വൺ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മളത് ഫംഗ്ഷനകത്ത് തന്നെ പ്രോസസ്സ് ചെയ്ത് അതിനകത്ത് തന്നെ പ്രിന്റിങ്ങോ എന്താന്ന് വെച്ചാൽ അത് അവിടെ തന്നെ ചെയ്യാം, ഫംഗ്ഷനകത്ത് തന്നെ ചെയ്യാം. പിന്നെ അതല്ലാതെ നമുക്ക് അറേ ആയിട്ട് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ മോർ ദാൻ വൺ വാല്യൂ, അതായത് നമ്മൾ അറേ അഡ്രസ് അല്ലേ പാസ് ചെയ്യുന്നത്, തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് അറേ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു അറേ എന്ന് പറയുന്നത് തന്നെ ഒരു മോർ ദാൻ വൺ വാല്യൂ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് മോർ ദാൻ വൺ വാല്യൂസിനെ നമുക്ക് അങ്ങനെ ഗ്രൂപ്പായിട്ട് നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും, അറേ ആയിട്ട് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, പക്ഷെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? സിംഗിൾ വാല്യൂ ആണ്. സിംഗിൾ വാല്യൂ എന്ന് പറയുമ്പോൾ അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ് ആയിരിക്കും നമ്മൾ അവിടെ റിട്ടേൺ ആക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഫംഗ്ഷനകത്ത് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രക്ചർ വേണമെങ്കിൽ പാസ് ചെയ്യാം അല്ലെ. സ്ട്രക്ചർ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡാറ്റ ടൈപ്പ് ഏതാണോ സ്ട്രക്ചർ അത് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്ത് പറയണം. നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലറേഷൻ കൊടുത്ത് എങ്ങനെയായിരുന്നു? ഇപ്പൊ എംപ്ലോയി എന്നുള്ള സ്ട്രക്ചർ ആയിരുന്നെങ്കിൽ സ്ട്രക്ട് EMP എന്ന് കൊടുത്തു അല്ലെ. അതുപോലെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഡ് എ എന്ന് കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കണം? സ്ട്രക്ട് EMP എന്ന് കൊടുക്കുക. അപ്പൊ ആ എന്ന് പറയുന്ന വേരിയബിളിൽ സ്ട്രക്ചറിന്റെ എല്ലാ മെമ്പേഴ്സും ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ മോർ ദാൻ വൺ വാല്യൂ, ഇപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ സം ചെയ്യുന്നു എന്ന് വെക്കുക. അപ്പൊ അതിനകത്ത് റിയൽ ആൻഡ് ഇമാജിനറി രണ്ട് പാർട്ട് ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഒരു സ്ട്രക്ചർ ആയിട്ട് കൊടുക്കാം. സ്ട്രക്ചർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റിയൽ എന്ന് പറയുന്ന ഒരു വേരിയബിള്, ഇമാജിനറി എന്ന് പറയുന്ന ഒരു വേരിയബിൾ, എന്നിട്ട് നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യും? സ്ട്രക്ചർ വേരിയബിൾ ആയിട്ട് പാസ് ചെയ്യും. അപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പർ റീഡ് ചെയ്ത് അതിന് സം ചെയ്ത് റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം? ആദ്യം ഒരു കോംപ്ലക്സ് നമ്പറിന്റെ വേരിയബിൾ, അതായത് സ്ട്രക്ചറിന്റെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിനകത്ത് വാല്യൂ റീഡ് ചെയ്തു. സെക്കൻഡ് വേരിയബിളിനകത്തും വാല്യൂ റീഡ് ചെയ്തു അല്ലെ. S1 S2 ആന്ന് വെക്കുക സപ്പോസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? അതിനിപ്പോ നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ ടൈപ്പ് കൊടുക്കാം. ഈ റിയൽ ഇമാജിനറി ഉണ്ടെങ്കിലും നമ്മൾ എന്തായിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്? സ്ട്രക്ചർ ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഒരു സ്ട്രക്ചർ ആയിട്ട് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്ട്രക്ചർ വേരിയബിളിൽ തന്നെ എന്താണ്? രണ്ട് വാല്യൂ അതിനകത്ത് വരും അല്ലെ. അപ്പോൾ ഒരു സ്ട്രക്ചർ വേരിയബിളിൽ റിട്ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മെയിനകത്തത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പം S3 എന്ന് പറയുന്ന ഒരു റിട്ടേൺ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. റിസീവ് ചെയ്യുന്ന വേരിയബിൾ എങ്കിൽ S3 ഡോട്ട് റിയൽ, S3 ഡോട്ട് ഇമാജിനറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? അപ്പം പാസ് ചെയ്യുന്ന സമയത്തും അതുപോലെ രണ്ട് സ്ട്രക്ചർ വേരിയബിൾ പാസ് ചെയ്യുക, റിട്ടേൺ ചെയ്യുന്ന സമയത്തും ഒരു സ്ട്രക്ചർ വേരിയബിളിനെ റിട്ടേൺ ചെയ്യുക. മനസ്സിലായില്ലേ? അടുത്തെന്ന് പറഞ്ഞാല് നമുക്ക് ഇതുപോലെ പോയിന്റർ വേരിയബിളും ഫംഗ്ഷനകത്ത് പാസ് ചെയ്യാം അല്ലെ. നമ്മളിപ്പോ സ്ട്രക്ചറിന്റെ ഒരു പോയിന്റർ വേരിയബിൾ ഫംഗ്ഷനകത്ത് പാസ് ചെയ്യുമ്പം എന്താ ചെയ്യുന്നത്? പിന്നെ ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. നമ്മളിപ്പോ ഇൻഡ് സ്റ്റാർ PA എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തതെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന് പാസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യാം? ഫംഗ്ഷനകത്ത് റിട്ടേൺ ഉണ്ടെങ്കിൽ ഇൻഡ് സം ബ്രാക്കറ്റിനകത്ത് എന്ത് പറയാം? ഇൻഡ് സ്റ്റാർ PA ഇൻഡ് സ്റ്റാർ PB അല്ലെ. രണ്ട് വേരിയബിൾ അതിനകത്തോട്ട് രണ്ട് പോയിന്റർ വേരിയബിൾ പാസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് റിസീവ് ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ പോയിന്റർ വേരിയബിളിന്
നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാം, മെയിനകത്ത് തന്നെ റിസീവ് ചെയ്യാൻ പറ്റും അല്ലേ. പോയിന്റർ വേരിയബിൾ അല്ലേ, അഡ്രസ്സ് പറഞ്ഞിട്ടല്ലേ റീഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒരു പിന്നെ ഫംഗ്ഷൻ റിട്ടേൺ കൊടുത്തിട്ടോ കൊടുക്കാതെയോ രണ്ടായിട്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഗ്ലോബൽ വേരിയബിൾ ആണ് ഡിക്ലറേഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫംഗ്ഷനകത്ത് വരുന്ന ചേഞ്ചസ് എല്ലാം നമുക്ക് മെയിനകത്തും കിട്ടും അല്ലേ. ഗ്ലോബൽ വേരിയബിൾ ആണ്. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ ഫംഗ്ഷനകത്തും, അതായത് മെയിൻ ഉൾപ്പെടുന്ന എല്ലാ മെയിനകത്തായാലും എല്ലാ സബ് ഫംഗ്ഷനകത്തായാലും അതിന്റെ വിസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അത് വാല്യൂ പാസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് വാല്യൂ റിസീവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതാണ് ഗ്ലോബൽ വേരിയബിളിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പോയിന്റർ വേരിയബിൾ എന്ന് പറയുമ്പോഴും. പോയിന്റർ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, റെഫറൻസ് ആണ് അല്ലേ, മെമ്മറി റെഫറൻസ് ആണ്, അതായത് മെമ്മറി അഡ്രസ് ആണ്. അപ്പൊ ഈ മെമ്മറി അഡ്രസ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഇല്ലെങ്കിലും എന്ത് ചെയ്യാം, അതിന്റെ ഒരു പോയിന്റർ വേരിയബിൾ വെച്ചിട്ട് നമുക്ക് അവിടെ വാല്യൂ റിസീവ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം. ഇത് ഈ 2 ക്ലാസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പ്രോഗ്രാം എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ഫംഗ്ഷനകത്ത് പറയാനുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് ഒരു സംഭവം ഇതിനകത്തുണ്ട്, ഏതാണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയും അല്ലേ. എന്താണ് റിക്കർസീവ് ഫംഗ്ഷൻ? റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫംഗ്ഷനകത്ത് സെയിം ഫംഗ്ഷനെ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്യും. മനസ്സിലായോ? ഫംഗ്ഷനകത്ത് തന്നെ ആ സെയിം ഫംഗ്ഷനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പിന്നെ അതിന് കുറച്ച് റൂൾസ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്, സ്വിച്ച് കേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പിന്നെ റിക്കർസീവ് ഫംഗ്ഷനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ ഇവിടെ വീണ്ടും വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണോ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഉപയോഗിക്കേണ്ടത് അതിനെ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആക്കി മാറ്റുക. മനസ്സിലായോ? അപ്പൊ വീണ്ടും വരുന്ന ചേഞ്ചസ് ലൂപ്പിംഗിൽ ഇപ്പൊ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത്, അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യുന്നു അല്ലേ. ഫാക്ടോറിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ 5 ഫാക്ടോറിയൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, 1 × 2 × 3 × 4 × 5 അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഒരു i എന്ന് പറയുന്ന ഒരു വേരിയബിളിന് പിന്നെ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ റീഡ് ചെയ്ത വാല്യൂ 5 ആണ് ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 1 to 5 വരെ വേരി ചെയ്യണം അല്ലേ. അപ്പൊ നോർമൽ ഒരു ഫംഗ്ഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, i 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു, എന്നിട്ട് 1 വെച്ച് ഇൻക്രീസ് ചെയ്ത് 5 വരെ വേരി ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് അതിനെ റിപ്പീറ്റ് ആയിട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ അതിനെ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ റിപ്പീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതാണോ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ വേരിയബിള്, ആ വേരിയബിളിനെ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യണം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതാ, റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ വേരിയബിൾ ഡിക്ലറേഷൻ കൊടുക്കേണ്ടത് ഡിക്ലറേഷൻ ടൈമിൽ ഇനിഷ്യലൈസ് ചെയ്യേണ്ടത് എന്താണ്, 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യണം. റിപ്പീറ്റ് സം കൊടുക്കുന്നെങ്കിൽ വേരിയബിളിനെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യണം അല്ലേ. കാരണം 0യുടെ കൂടെയാണ് ആഡ് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് വാല്യൂ ചേഞ്ച് വരില്ല. അതുപോലെ 1ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് വാല്യൂ ചേഞ്ച് വരില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക, സം ആണെങ്കിൽ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഫാക്ടോറിയൽ ചെയ്യുന്ന സമയത്ത് 1 to 5 വരെ വേരി ചെയ്യണം. പ്രോഡക്റ്റ് ആണ് കാണുന്നത് അല്ലെ, മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പം ആ റെപ്പറ്റീഷൻ, അതായത് ഓരോ പ്രാവശ്യവും i വേരി ചെയ്ത് വരുന്നതിന് നമ്മൾ എന്താക്കും, ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആക്കിയിട്ട് കോൾ ചെയ്യും, ഫംഗ്ഷനകത്ത് തന്നെ കോൾ ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതാണ് ഈ റിക്കർസീവ് ഫംഗ്ഷനകത്ത് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണോ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കേണ്ട ചേഞ്ചസ് അതിനെ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആക്കി മാറ്റുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോർമലി പ്രോഗ്രാം ബുക്കെല്ലാം നോക്കുന്ന സമയത്ത് എല്ലാത്തിലും ഫാക്ടോറിയൽ ആണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ ഫാക്ടോറിയൽ മാത്രമല്ല നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്നത്, ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്ക് റിക്കർസീവ് ഫംഗ്ഷൻ വെച്ച് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത സമയത്ത് നമ്മളൊരു ഫംഗ്ഷൻ മറ്റേ എന്താണ് പിന്നെ നമ്പർ റിവേഴ്സ് ചെയ്തു അല്ലേ. നമ്പർ റിവേഴ്സ് ചെയ്യാം, അതുപോലെ മറ്റേ ഫിബനോസി സീരീസ് ചെയ്യാം, സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യാം അല്ലെ. എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ചെയ്യാം. എന്തൊക്കെയാണ് ചേഞ്ചസ് വരേണ്ടത്, എന്താണോ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ ചേഞ്ച് ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും നമുക്ക് 1 വെച്ച് ഇൻക്രീസ് ചെയ്യണമെന്നൊന്നും ഇല്ല അല്ലെ. എന്താണോ ഇൻക്രീസ് വരേണ്ടത്, ഇപ്പൊ ഡിവൈഡഡ് ബൈ 10 ആണ് അടുത്ത വാല്യൂ വരേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, ആ ഡിവൈഡഡ് ബൈ 10 എന്നുള്ളത് ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആക്കി മാറ്റും. മനസ്സിലായോ? അതായത് നമ്മൾ എന്തൊക്കെയാണോ ലൂപ്പിൽ ചേഞ്ച് ചെയ്യേണ്ടത് അതിനെയൊക്കെ എന്തായിട്ട് കൊടുക്കണം, ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കണം. നമ്മളിപ്പോ നമ്പർ റിവേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഡിവൈഡഡ് ബൈ 10 കൊടുത്തിട്ട് ഓരോ ഡിജിറ്റ് ആയിട്ട് കട്ട് ചെയ്യും അല്ലേ. അപ്പൊ എന്താണ് നമുക്ക് ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആയിട്ട് ചെയ്യേണ്ടത്,
ഈ ഡിവൈഡ് ചെയ്ത് വരുന്ന വാല്യൂവിനെ നെക്സ്റ്റിൽ പാസ് ചെയ്യാം. മനസ്സിലായോ? അതാണ് അടുത്ത നമ്പറിന്റെ പോർഷനിൽ അത് പാസ് ചെയ്യാം. ഓക്കെ. അതുപോലെ സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യുന്ന സമയത്തും അത് തന്നെയാണ്. മനസ്സിലായോ? സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യാം, ഫിബനോസി സീരീസ് ചെയ്യാം. ഫിബനോസി സീരീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? നമ്മൾ ലൂപ്പിനകത്ത് പറയുന്നത് എന്താണ്? എ ഇസ് ഈക്വൽ ടു ബി, ബി ഇസ് ഈക്വൽ ടു സി, സി എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട് അല്ലേ? എ ഇസ് ഈക്വൽ ടു ബി, ബി ഇസ് ഈക്വൽ ടു സി. ആ ഒരു ചേഞ്ചിനെ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആക്കണം. അങ്ങനെ ആർഗ്യുമെന്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫംഗ്ഷന് പിന്നെ എന്താണോ അതിനകത്ത് വരുന്ന ചേഞ്ച് അത് നെക്സ്റ്റ് വാല്യൂ ആയിട്ട് വരും. മനസ്സിലായോ? അതാണ് റിക്കർസീവ് ഫംഗ്ഷൻ പറയുന്നത്. അപ്പം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിക്കർസീവ് ഫംഗ്ഷനകത്ത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്, അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഒന്നും വർക്ക് ചെയ്യില്ല. കൺട്രോൾ സ്റ്റേറ്റ്മെന്റിൽ ഇഫ് എടുക്കാൻ നമുക്ക്, ഇഫ് അതിനകത്ത് വർക്ക് ചെയ്യും. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഒന്നും അതിനകത്ത് വർക്ക് ചെയ്യില്ല. ഓക്കെ. അതാണ് റിക്കർസീവ് ഫംഗ്ഷൻ. എല്ലാവർക്കും വളരെ പേടിയുള്ള ഒരു സംഭവമാണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. നമ്മൾ 1-2 പ്രോഗ്രാം നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. നമുക്കത് ചെയ്യുന്ന സമയത്ത്, പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അത് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതുവരെ പറഞ്ഞ പോർഷൻ എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. പിന്നെ വീഡിയോ കാണുന്നവരെല്ലാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ. നെക്സ്റ്റ് ടൈം കാണാം.